ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഹരിപ്രസാദ് എന്നൊരു ഭക്തനാണ് കേട്ടോ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദശാവതാരങ്ങൾ എവിടെയാണ് ഉള്ളത് എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ദശാവതാര തൂണുകളെ കുറിച്ചിട്ടാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് പറയാം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദശാവതാര തൂണുകളുണ്ട്. അത് നാലമ്പലത്തിനകത്താണ് കേട്ടോ കാണാനായിട്ട് സാധിക്കുക. നമ്മൾ ഗുരുവായൂരപ്പനെ തൊഴുത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഗണപതിനെ തൊഴുല്ലോ. ഗണപതിനെ തൊഴുത് കഴിഞ്ഞാൽ ഗണപതിക്ക് പുറകിൽ നിന്നാണ് ദശാവതാര തൂണുകൾ ആരംഭിക്കുക. ആ കന്നിമൂലക്കിലുള്ള ഗണപതിയുടെ തൂണ് കഴിഞ്ഞാൽ പിന്നെ ഓരോ തൂണുകളിലും ഭഗവാന്റെ ദശാവതാരങ്ങളാണ് കേട്ടോ കൊത്തിവെച്ചിരിക്കുന്നത്. ആദ്യത്തേത് മത്സ്യാവതാരം, രണ്ടാമത്തെ തൂണിൽ കൂർമാവതാരം, പിന്നെ വരാഹത്തിന്റെ തൂണിൽ ചെറിയ സൈഡിലായിട്ട് കുറൂരമ്മ ഭഗവാനെ കലത്തിലടക്കുന്ന ഒരു ശില്പം കൂടി ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നരസിംഹാവതാരം. പിന്നെ അതിനുശേഷം വരുന്നത് മേൽശാന്തി ഇരിക്കുന്ന ഒരു ഭാഗമാണ്. നരസിംഹാവതാരത്തിന്റെ ആ തൂണുണ്ടല്ലോ, അതിനടുത്തായിട്ടാണ് മേൽശാന്തി ഇരിക്കുക. പിന്നെ ആ മേൽശാന്തി ഇരിക്കുന്ന ഭാഗം കഴിഞ്ഞാൽ അടുത്ത് വരുന്ന തൂണിലാണ് വാമനാവതാരം കൊത്തിവെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ വരുന്നത് അനന്തശായി ആയിട്ടുള്ള ഭഗവാനാണ്. ആ വലിയൊരു ശില്പം ഉണ്ടല്ലോ ഭഗവാന്റെ അനന്തശയനം. ആ ശില്പം കഴിഞ്ഞിട്ട് വേറൊരു തൂണും കൂടി ഉണ്ട്. അതിനും ശേഷമാണ് ബാക്കി ദശാവതാര തൂണുകൾ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നത്. അപ്പോൾ അവിടെ മുതൽ പരശുരാമനുണ്ട്, ശ്രീരാമനുണ്ട്, ശ്രീകൃഷ്ണനുണ്ട്, കൽക്കിയുണ്ട്. അപ്പോൾ ഇത്രയും തൂണുകളിലാണ് ദശാവതാരങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നത് കേട്ടോ. അത് നാലമ്പലത്തിനകത്ത് പടിഞ്ഞാറ് ഭാഗത്തുള്ള തൂണുകളിലാണ്. വേറെയും ധാരാളം തൂണുകളുണ്ട്. അതിലൊക്കെയും ഓരോരോ ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഈ ദശാവതാരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ സുബ്രഹ്മണ്യൻ്റെ ഒരു തൂണിലൊരു ശില്പമുണ്ട്, പിന്നെ ആഞ്ജനേയൻ്റെ ശില്പമുണ്ട്, രാധാകൃഷ്ണന്മാരുണ്ട്, കാളിയമർദ്ദനുണ്ട്. അങ്ങനെ നിരവധി ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഈ തൂണുകൾക്കൊക്കെ സമാന്തരമായിട്ട് വേറെയും തൂണുകളുണ്ട്. അതിലും മനോഹരമായിട്ട് ചിത്രങ്ങളുണ്ട് കേട്ടോ. ഭഗവാന്റെ ഓരോരോ കഥകളെ ആസ്പദമാക്കിയിട്ടുള്ളത്. അതായത് ഓടക്കുഴലൂതുന്ന ഉണ്ണിക്കണ്ണനുണ്ട്, താമരക്കണ്ണനുണ്ട്, അങ്ങനെയുള്ള ശില്പങ്ങളും ഉണ്ട്. അത് ചുവടെയായിട്ടൊക്കെ ആ തൂണിൻ്റെ ചുവടെയൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ സാധിക്കും നമുക്ക് കാണാനായിട്ട്. എപ്പോഴും ഒന്നും തിരക്കുള്ള സമയങ്ങളിലൊന്നും അത് സാധിക്കില്ല കേട്ടോ. കാരണം അവിടെ പറയും നല്ല തിരക്കുണ്ട്, വേഗം തൊഴുതിറങ്ങുമെന്നൊക്കെ പറയാറുണ്ട്. അല്ലാത്ത സമയങ്ങളിൽ, തിരക്കില്ലാത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ അവിടെ എത്തിപ്പെടുകയാണെങ്കിൽ ഒന്ന് അവിടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ സന്തോഷം തരുന്ന കാഴ്ചകളാണ് ആ തൂണിലുള്ള ശില്പങ്ങളൊക്കെ കാണുക എന്ന് പറയുന്നത്. അപ്പം അതാണ് തൂണുകളിലുള്ള ശില്പങ്ങളെ കുറിച്ച് പറയാനുള്ളത്, ദശാവതാര തൂണുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി ചുമർ ചിത്രങ്ങൾ വേറെയുണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് വേറൊരു വീഡിയോയിൽ പറയാം.